ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലീവ് ബൈ IAS ഫാക്ടർ. സോ നമ്മൾ വീണ്ടും MCQസുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ 5 MCQസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, ദി പ്രൈമറി മാർക്കറ്റ്സ് യൂഷ്വലി മിറർ ദി ട്രെൻഡ് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ്സ്. അപ്പോൾ എക്കണോമിക്സിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, സാധാരണയായി സെക്കൻഡറി മാർക്കറ്റിലെ ട്രെൻഡ് എന്താണോ അത് മിറർ ചെയ്യുകയാണ് പ്രൈമറി മാർക്കറ്റിൽ, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ കാണിക്കുന്ന ട്രെൻഡ് എന്താണോ അത് തന്നെയായിരിക്കും പ്രൈമറി മാർക്കറ്റിൽ ഉണ്ടാവുക സാധാരണയായി. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു, ദി പ്രൈമറി മാർക്കറ്റ് ക്രിയേറ്റ്സ് ന്യൂ സെക്യൂരിറ്റീസ് ആൻഡ് ദി സെക്കൻഡറി മാർക്കറ്റ് ഈസ് വെയർ ദേ ആർ ട്രേഡഡ്. അതായത് പ്രൈമറി മാർക്കറ്റിലാണ് പുതിയ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നതെന്നും സെക്കൻഡറി മാർക്കറ്റിലാണ് അതിൻ്റെ ട്രേഡിങ് നടക്കുന്നതെന്നും പറയുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ഞാൻ ചോദ്യം വന്നിരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് 2 എക്സ്പ്ലെയിൻസ് 1 ആ സാധനങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ആസ്പിറൻസിന് കൺഫ്യൂസിംഗ് ആയിട്ട് വരാറുണ്ട്. അത് 2 സ്റ്റേറ്റ്മെന്റ്സിൻ്റെയും അർത്ഥം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് 2ൻ്റെ അർത്ഥം പ്രോപ്പർലി മനസ്സിലാക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളുടെ ആൻസറുകൾ ഫൈനലി UPSC ആൻസർ കീ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് പൊതുവെ ഈ ആൻസർ കീ ഡിസ്കഷനൊക്കെ നടത്തുന്നവർക്കും വരാറുള്ളത്. ഓക്കെ, നമുക്കിനകത്ത് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ആദ്യം സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഈസി ആക്കാനായിട്ട് ഒരു കീവേഡ് ഇവിടെ കിടപ്പുണ്ട്, യൂഷ്വലി. മനസ്സിലായി? സാധാരണയായി. സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നില്ല, എല്ലാ കേസസിലും എന്ന് പറയുന്നില്ല. എക്സ്ട്രീം കീവേഡ് അവിടെ കൊടുക്കുന്നില്ല. യൂഷ്വലി എന്ന് പറഞ്ഞ് അതിനെ കുറച്ചുകൂടെ ലിബറൽ ആക്കി തരിക നമുക്കല്ലേ. അതായത് പ്രൈമറി മാർക്കറ്റ്സ് സാധാരണയായി അല്ലെങ്കിൽ പൊതുവിൽ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണോ ട്രെൻഡ് അത് തന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. മനസ്സിലായി? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ധാരണ ഉണ്ടാവാൻ. ഓക്കെ, അപ്പം എന്താണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയറുകൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ആ ക്രയവിക്രയ, ആ ട്രാൻസാക്ഷൻ നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ IPO എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കമ്പനി, X എന്ന് പറയുന്ന കമ്പനി അവരുടെ ഷെയറുകൾ ആരിലേക്ക് എത്തിക്കുന്നു, പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു. ഇത് നടക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ ഒരു ട്രാൻസാക്ഷനാണ്, അതായത് ഷെയറുകൾ കമ്പനിയിൽ നിന്നും പബ്ലിക്കിലേക്ക് വരുന്നു, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് ഡയറക്റ്റ് കമ്പനിയിലേക്ക് ചെല്ലുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ. എന്നാൽ ഈ പബ്ലിക്കിലേക്ക് കിട്ടിയ ഈ ഷെയറുകൾ ഉണ്ടല്ലോ, ആ ഷെയറുകൾ നാളെ ഈ കിട്ടിയ പബ്ലിക്കിന് മറ്റൊരാൾക്ക് വിൽക്കണം എന്ന് തോന്നിയാൽ, മനസ്സിലായില്ലേ, പബ്ലിക്, അതായത് എൻ്റെ ഇപ്പോൾ X എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഉണ്ട്. നാളെ എനിക്ക് തോന്നുന്നു എൻ്റെ വെച്ചോണ്ടിരിക്കുന്ന വിറ്റ് കളയാമെന്ന് വിചാരിച്ച് ഞാൻ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് വിൽക്കും, ഞാൻ പബ്ലിക് ടു പബ്ലിക്കിലേക്ക് എന്ത് നടത്തും, സെയിൽസ് നടത്താം എനിക്ക്. അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് നമ്മളതിനെ വിളിക്കുക, ട്രേഡിംഗ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നും മറ്റേതോ ഒരു വ്യക്തിക്ക് എനിക്ക് വിൽക്കാൻ വെക്കും. അപ്പോൾ അത് നടത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, പൊതുവിൽ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്, ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂടുകയാണെങ്കിൽ, അപ്പോൾ എന്താണ്, ഇപ്പം X എന്ന് പറയുന്ന കമ്പനി അവരുടെ ഒരു 20% ഷെയർ ആണ് ആദ്യം പബ്ലിക്കിലേക്ക് എത്തിച്ചതെന്ന് കരുതുക. ഈ 20% ഷെയറുകൾ പിന്നീട് സെക്കൻഡറി മാർക്കറ്റിൽ ഇങ്ങനെ കൈമാറ്റം നടന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കൈമാറ്റം നടന്ന് മുകളിലോട്ട് പോകുമ്പോൾ എന്താ, ഡിമാൻഡ് കൂടുന്തോറും ആ ഷെയറിന് വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. അങ്ങനെ കൂടുമ്പോൾ എന്തെടുക്കും, X രണ്ടാമത് ഒരു FPO കൊണ്ടുവരികയാണെന്ന് കരുതുക. ഫോളോ അപ്പ് ആയിട്ട് ഒരു പബ്ലിക് ഓഫറിംഗ് കൊണ്ടുവന്നു, ഒരു എക്സ്ട്രാ 20% ഷെയറും കൂടെ പുറത്തിറക്കാൻ നേരം എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും സെക്കൻഡറി മാർക്കറ്റിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയറുകളുടെ പ്രൈസ് കൂടി പോകുന്നത് കാരണം പ്രൈമറി മാർക്കറ്റിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാനൊക്കും. അതാണ് സ്റ്റേറ്റ്മെന്റ് 1-ൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ, ബേസിക് കോൺസെപ്റ്റ് നമ്മൾ അറിയണം. എപ്പോഴും ഞാൻ പറയുന്ന എക്കണോമി, ജോഗ്രഫി പോലെയൊക്കെയുള്ള സബ്ജക്ട്സിലെ ബേസിക് കോൺസെപ്റ്റ്സ്, വെറും ബേസിക്സ്, ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഉണ്ടാവണം. അതുണ്ടായിക്കഴിഞ്ഞാൽ പരിപാടി ഭയങ്കര ഈസിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതുണ്ടാവണം എന്ന്. ഇല്ലെങ്കിൽ കൂടെ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്രാക്ക് ചെയ്യാം. കാരണം യൂഷ്വലി എന്നുള്ള വാക്ക് അവിടെ നമുക്കൊരു ഒരു അനുഗ്രഹം പോലെ കാണാൻ അവിടെ കിടക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ദി പ്രൈമറി മാർക്കറ്റ് ക്രിയേറ്റ്സ് ന്യൂ സെക്യൂരിറ്റീസ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് വെയർ ദേ ആർ ട്രേഡഡ്. മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്.
കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം ഒന്നുകിൽ എ ഓപ്ഷൻ അല്ലെങ്കിൽ ബി ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആവുക. ഏഹ് ഇവിടെ ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ കൊടുത്തത്. കാരണം ഈ തരം ചോദ്യങ്ങൾ വരുമ്പോൾ കോമൺലി എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നവർക്ക് പല അഭിപ്രായങ്ങളാണ്. ചിലർ എ പറയും, ചിലർ ബി പറയും. നമ്മളൊരു കാര്യം ഇതാ നോക്കേണ്ടത്. ബി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2-ൽ എന്താണ് പറയുന്നത്? പ്രൈമറി മാർക്കറ്റ് ക്രിയേറ്റ്സ് ന്യൂ സെക്യൂരിറ്റീസ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് വെയർ ദേ ആർ ട്രേഡഡ്. അതായത് ഞാൻ ഈ പറഞ്ഞ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റിലാണ് എന്ത് ഷെയറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. പ്രൈമറി മാർക്കറ്റിൽ പുതിയ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ പുതിയ ഷെയറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ എടുത്ത് ഇങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്യാൻ നോക്കിയേ. എന്തുകൊണ്ട് സെക്കൻഡറി മാർക്കറ്റിലെ ട്രെൻഡ് പ്രൈമറി മാർക്കറ്റിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള റീസൺ വേണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ എടുത്തു. ട്രൂ ആണെങ്കിൽ അതിനൊരു റീസൺ വേണ്ടേ? അതിന്റെ റീസൺ ആണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന സാധനം. എന്താണ്? സെക്കൻഡറി മാർക്കറ്റിലാണ് ഇതിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ട്രേഡിംഗ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലോട്ടാണ് അതിന്റെ ഷെയർ വാല്യൂ പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൈമറി മാർക്കറ്റിൽ വീണ്ടും അവര് ഇഷ്യൂവിന് വരുമ്പോൾ അതിന്റെ വില കൂടും. സെക്കൻഡറി മാർക്കറ്റിൽ ഷെയർ പ്രൈസ് താഴോട്ടാണ് ട്രേഡിങ്ങിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനം അപ്പുറത്തുണ്ടാകും. സോ ബേസിക്കലി ഇങ്ങനെ നമുക്ക് ചിന്തിച്ചെടുക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ടൈപ്പിൽ വരിക. നമ്മൾ ഈ രീതിക്ക് അതിനെ ചിന്തിക്കണം. അല്ലാതെ കാട് കയറി ചിന്തിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒട്ടും ചിന്തിക്കാതിരിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത് എന്താ? പ്രൈമറി മാർക്കറ്റിൽ പുതിയ സെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു, സെക്കൻഡറി മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് തമ്മിലൊരു കണക്ഷൻ വേണ്ടേ? ആ കണക്ഷനാണ് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നിന്റെ ഒരു റീസൺ ആയിട്ട് തന്നെ നമുക്ക് 2-നെ പറയാം, അല്ലെങ്കിൽ ഒന്നിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നെ നമുക്ക് 2-നെ പറയാം. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് എ ഈസ് ട്രൂ. സ്റ്റിൽ ഞാൻ പറയുകയാണ്, പലർക്കും ഇത്തരം ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി വരുന്ന എപ്പിസോഡ്സിലൊക്കെ നമ്മൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആവും. പ്രാക്ടീസ് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ ഒക്കും. പൊളിറ്റിയിൽ നിന്നൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഡോക്ട്രീൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ് വിത്ത് റെസ്പെക്ട് ടു ദി ഇന്ത്യൻ സിസ്റ്റം? നമുക്ക് ഒരുപാട് ഡോക്ട്രീൻസ് നമ്മൾ പൊളിറ്റിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി ഡോക്ട്രീൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ്? 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് 4 എണ്ണത്തിൽ ഓരോന്നും ഓരോ ഡോക്ട്രീൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡോക്ട്രീൻസിന്റെ ഒക്കെ പ്രത്യേകതയുണ്ട്. പേര് കേട്ടിട്ട് കുറച്ചൊരു ബോധമുള്ള ഒരു വ്യക്തിക്ക് പേരിൽ നിന്ന് കുറെയൊക്കെ ഗസ് ചെയ്യാനൊക്കും. അതാണ് അതിന്റെ ഒരു ഗുണം. ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പം ഞാൻ വേറെ ഡോക്ട്രീൻസിന്റെ ഒക്കെ പേര് പറയാം. ഡോക്ട്രീൻ ഓഫ് എക്ലിപ്സ്, ഡോക്ട്രീൻ ഓഫ് സെവറബിലിറ്റി, ഇങ്ങനെയൊക്കെ പേരുകൾ അതിനകത്ത്. അതുപോലെ കാണാം ഡോക്ട്രീൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ്. അപ്പൊ എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തോ സൈലന്റ് ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഉണ്ടാവാമെന്നോ അങ്ങനെ എന്തോ ആണ് അവിടുത്തെ മീനിങ്. നമുക്കൊരു ക്ലൂ അവിടുന്ന് കിട്ടും അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ് ഒന്നുകിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മിണ്ടാതിരിക്കുന്നോ അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ടുണ്ടെന്നോ, അങ്ങനെ എന്തോ ഒരു സൈലൻസ്, എന്തിൻ്റെയോ ഒരു ആബ്സെൻസ്, അതിനെക്കുറിച്ചിട്ടായിരിക്കും അവിടെ പറയുന്നത്. നമുക്ക് ഓരോ ഓപ്ഷനും നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് വെൻ എ ലോ ബിക്കംസ് കോൺട്രാഡിക്ടറി ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇറ്റ് ഡസ് നോട്ട് പെർമനന്റ്ലി ഡൈ ബിക്കംസ് ഇനാക്റ്റീവ്. അവിടെ ഒരു സൈലൻസിനെ കുറിച്ച് പറയുന്നില്ല. എന്താ പറയുന്നത്? വെൻ എ ലോ ബിക്കംസ് കോൺട്രാഡിക്ടറി ടു ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഒരു ലോ ഫണ്ടമെന്റൽ റൈറ്റിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന വരികയാണെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് വോയിഡ് ആയി പോകുന്നില്ല, പക്ഷെ ഇനാക്റ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ. അതിനകത്ത് ഒരു സൈലൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ സ്വാഭാവികമായിട്ടും എന്താണ്, ഞാൻ അതിനെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുന്നു. സെക്കൻഡ് നോക്കൂ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ പ്രൊവിഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഷുഡ് നോട്ട് ബി ഇന്റർപ്രറ്റഡ് ഓർ കൺസ്ട്രൂഡ് ഇൻ ഐസൊലേഷൻ ബട്ട് ആസ് എ ഹോൾ സോ ആസ് ടു റിമൂവ് എനി ഇൻകൺസിസ്റ്റൻസി. അവിടെയും എന്താണ്, ഒരു സൈലൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പറയുന്ന ഒരു നിയമം, ഒരു സ്റ്റാറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ അതിന്റെ ഓരോരോ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടല്ല അതിനെ കൺസിഡർ ചെയ്യേണ്ടത്, അതിനെ ആസ് എ ഹോൾ വേണം കൺസിഡർ ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതും എനിക്കൊരു സൈലൻസ് ഒന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സായ പോലെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഓപ്ഷൻ സി,
It refers to the interpretation of unaddressed issues within a constitution's text, which can be deliberate omissions or accidental omissions. കണ്ടോ അവിടെ പലയിടത്തും എനിക്ക് മിസ്സിംഗ് എന്ന് പറയുന്ന സാധനം വന്നു. ഒന്ന് അൺഅഡ്രസ്ഡ് ഇഷ്യൂസ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു മിസ്സിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ ഒമിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആക്സിഡന്റൽ ആയാലും ഡെലിബറേറ്റ് ആയാലും ഒമിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ സ്വാഭാവികമാണ്. ഒന്നുകൂടെ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ. refers to the interpretation of unaddressed issues within a constitution's text. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ അവിടെ ഒരു സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊരു ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നാലാമത്തെ കൂടെ നോക്കിയിട്ട് വരാം. ഓപ്ഷൻ ഡി, it states that the whole law would not be held invalid, but only the provisions which are not in consistency with the fundamental rights. അപ്പോൾ ഒരു ലോ മൊത്തത്തിൽ ഇൻവാലിഡ് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ലൈക്ക് ജുഡീഷ്യറി ഒരു ലോയെ മൊത്തത്തിൽ ഇൻവാലിഡ് എന്ന് പറയത്തില്ല. അതിന് എന്തൊക്കെ പ്രൊവിഷൻസ് ആണോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നത്, ആ പ്രൊവിഷൻസിനെ മാത്രമായിരിക്കും ഇൻവാലിഡ് എന്ന് പറയുക. അവിടെയും എന്താണ്, ഒരു മിസ്സിങ് അല്ലെങ്കിൽ ഒരു സൈലൻസ് സാധനം ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ കണ്ടോ, പേര് വെച്ചിട്ടാണ് ഞാൻ ഈ എലിമിനേറ്റ് ചെയ്യുന്ന രീതി പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഇത്തരം സാധനങ്ങളൊന്നും പൊളിറ്റിയിൽ നിന്നൊന്നും വരുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കും ചിലപ്പം പലരും എക്സാം ഹോളിൽ കാണുന്നത്. പലരും എന്ന് പറയുമ്പോൾ മെജോറിറ്റിയും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അപ്പം നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് എന്താ, വാക്കിൽ നിന്ന് നമ്മൾ ക്ലൂവിലേക്ക് എത്തുക, ക്ലൂവിൽ നിന്നും ഓപ്ഷനിൽ കിടക്കുന്നത് കണ്ടുപിടിക്കുക. സോ ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി ഓരോന്നിനെ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് എന്ത്, ഡോക്ട്രീൻ ഓഫ് എക്ലിപ്സ്. ഡോക്ട്രീൻ ഓഫ് എക്ലിപ്സ് എന്താണെന്ന് വൃത്തിയായിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്താ, should not be interpreted or construed in isolation but as a whole. Doctrine of harmonious construction. Doctrine of harmonious construction. And last one, doctrine of severability. പേരുകളിനകത്തുനിന്ന് എത്താം. അത് ഈ എക്ലിപ്സ് ആയാലും സെവറബിലിറ്റി ഒക്കെ ആയാലും എത്താം. നിങ്ങളുടെ നോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക, അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ, ഈ ഏരിയ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് വിളിക്കുന്നു. എക്ലിപ്സ് കണ്ടോ, എന്തോ മറയ്ക്കുകയാണ്. സെവറബിലിറ്റി, സെവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുക. അപ്പം ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, ഡി ഒന്ന് നോക്കിയേ, മുറിക്ക്. അതായത് ഒരു ലോ മുഴുവനായിട്ട് ഇൻവാലിഡ് ആവുന്നില്ല ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്താൽ. അതിലെ എന്ത് പ്രൊവിഷൻ ആണോ വയലേറ്റ് ചെയ്യുന്നത് ആ പ്രൊവിഷൻ മാത്രമാണ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. ോ സെവർ, മുറിച്ചെടുക്കാം എന്നുള്ള മീനിങ്. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്, കുറേ ഡോക്ട്രിൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡോക്ട്രിൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ന്യൂസിൽ വന്നതെന്ന് അറിയേണ്ടത്. നോക്കിയേ, രജനീഷ് വേഴ്സസ് കെ ദീപ കേസ്. അതായത് ഈയിടെ സുപ്രീം കോടതി വലിയൊരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. എന്താ, ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ അപ്പോയിന്റ്മെന്റിലേക്ക് സാധാരണ നമ്മൾ എന്താ പറഞ്ഞത്, 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലോയേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാമെന്നുള്ളതിന് അപ്പുറത്തേക്ക് അല്ലേ, 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലോയേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രജനീഷ് ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു. പക്ഷേ അതാവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ജുഡീഷ്യൽ സർവീസിലേക്ക് എത്തി. ആ വ്യക്തിയെ എന്തെടുത്തു, പിന്നീട് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പം അതിനെതിരെ വന്ന കേസാണിത്. അതായത് കേസിൽ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലോയേഴ്സിനെയാണ് അങ്ങനെ അപ്പോയിന്റ് ചെയ്യുക ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട്. ഇദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ റൂട്ടിൽ കൺസിഡർ ചെയ്യാൻ ഒക്കത്തില്ല, നോർമൽ പ്രൊമോഷനിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിന് കയറി വരാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അതിനെതിരെ വലിയൊരു വിധി കൊണ്ടുവന്നു. അദ്ദേഹം ജുഡീഷ്യൽ ഓഫീസറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് അദ്ദേഹം 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലോയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇതാണ് ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൈലൻസ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താ, 7 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ലോയറിനെ വേണം ഡിസ്ട്രിക്ട് ജഡ്ജ് ആക്കാൻ. അപ്പോൾ അവിടെ കണ്ടോ സൈലൻസാ. അതായത് ഒരു വ്യക്തി ആദ്യം ലോയറായിട്ടിരുന്ന് വേണ്ട ക്വാളിഫിക്കേഷൻ എല്ലാം കിട്ടി, പിന്നീട് ജുഡീഷ്യൽ സർവീസിൽ കയറിയെന്ന് കരുതിയിട്ട് അദ്ദേഹം ഇതിന് ക്വാളിഫൈഡ് ആവാതിരിക്കുന്നില്ല. അപ്പോൾ ഒരു സൈലൻസ്, അതാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ,
ഡിസ്ട്രിക്ട് ജഡ്ജിന് അപ്പോയിൻമെന്റ് കണ്ടു, ആ 7 വർഷമുള്ള ജുഡീഷ്യൽ ഓഫീസറിനാവാം, അങ്ങനെ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ആ ന്യൂസിനകത്ത് കിടക്കുന്ന ഇത്, നിങ്ങൾ ആ ന്യൂസ് വായിച്ച് അങ്ങ് അറ്റം ചെല്ലുമ്പോൾ ലാസ്റ്റ് ചെല്ലുമ്പോഴേ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സയൻസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടുന്നാണ് നമ്മുടെ കണ്ടന്റ് വരിക. നെക്സ്റ്റ് വൺ അഗെയിൻ ഫ്രം എക്കണോമി. ഇത് വളരെ തിങ്ക് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് സ്യൂട്ട്സ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ക്യാപിറ്റൽ മാർക്കറ്റ് where domestic institutions step in to buy whenever foreign investors sell? ഇവിടെ നമ്മൾ പല കാര്യങ്ങൾ, ഒരു ചെറിയ ചോദ്യമാണ്, പക്ഷെ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ബേസിക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? 4 സ്വഭാവങ്ങളുള്ള ഓപ്ഷൻസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേത് സ്വഭാവമാണ് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ ഇത് ഏത് സ്വഭാവം മാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുമ്പോൾ ആ സെല്ല് ചെയ്യുന്നത് വാങ്ങാനായിട്ട് ആര് വരുന്നുണ്ട്? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കടന്നു വരുന്നുണ്ട്. നമ്മളെ ഒരു ഇന്ത്യയുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പൊതു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? വലിയ രീതിയിൽ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. FIIs ഇന്ത്യയിലേക്ക് ക്യാഷ് ഇറക്കുന്നുണ്ട്. എന്നിട്ട് അവരെന്താ ഇവിടുത്തെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ നമ്മുടെ എന്താ നമ്മൾ കേൾക്കുന്നില്ല, സെൻസെക്സ് മുകളിലോട്ട്, നിഫ്റ്റി മുകളിലോട്ടെന്നൊക്കെ. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള വൺ ഓഫ് ദി റീസൺ എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ക്യാഷ് കൊണ്ടുവരുന്ന. പക്ഷേ ഈ കൊണ്ടുവരുന്ന പോലൊക്കെ തന്നെ എന്തെടുക്കും? അവർ സെല്ല് ചെയ്തിട്ട് ക്യാഷ് തിരിച്ചെടുത്തുകൊണ്ട് പോകും. മനസ്സിലായോ? കൊണ്ടുവരുന്ന പോലൊക്കെ തന്നെ അവർ ക്യാഷ് തിരിച്ചു, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ ഇന്നിപ്പോ ഇന്ത്യയിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെന്നുണ്ടാ ഇന്നിവിടെ കൊണ്ടിടും. ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും രാജ്യത്ത് കൂടുതൽ പ്രോഫിറ്റ് എന്നുണ്ടാ ഇന്ത്യയിൽ നിന്ന് കാശ് വലിച്ച് അവർ ആ രാജ്യത്ത് കൊണ്ടിടും. അപ്പൊ എന്ത് പറ്റും? ക്യാഷ് വലിക്കുമ്പോൾ, അതായത് ഷെയർസ് സെല്ല് ചെയ്ത് ക്യാഷ് എക്കണോമിയിൽ നിന്ന് വലിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഷെയർ മാർക്കറ്റ് താഴേക്ക് വരും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നിഫ്റ്റി ഇടിഞ്ഞു, സെൻസെക്സ് ഇടിഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ? അപ്പൊ അങ്ങനെ ഇടിയാതിരിക്കാനായിട്ട് ആര് കടന്നു വരുന്നു എന്നാ പറയുന്നത്? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇങ്ങനെ സെല്ല് ചെയ്തിട്ട് പോകുന്ന സമയം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തിട്ട് പോകുന്ന സമയം ആ സെല്ല് ചെയ്ത സാധനങ്ങൾ ബൈ ചെയ്യുന്നത് ആരാണ്? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇതിൽ ഏത് സ്വഭാവത്തിൽപ്പെടും? വോളട്ടൈൽ ബട്ട് റെസിലിയന്റ് ആണോ? നോൺ വോളറ്റൈൽ ആൻഡ് റെസിലിയന്റ് ആണോ? ഹൈലി വോളറ്റൈൽ ആണോ? നോൺ വോളറ്റൈൽ ആൻഡ് ഫ്രജൈൽ ആണോ? ഇതൊരു ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ് എക്കണോമി പ്രോപ്പറായിട്ട് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, നമുക്ക് എടുത്തു നോക്കാം. ക്യാഷ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്യാഷ് കൊണ്ടുവരുന്നു, ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ക്യാഷ് കൊണ്ടിടുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകും, ക്യാഷ് എടുത്തുകൊണ്ട് പോകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് വരും. സോ ഒരു വോളറ്റിലിറ്റി ഉണ്ട് അല്ലേ? വോളറ്റൈലിറ്റി ഉണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ എന്താര് വരുന്നുണ്ട്? ആ പാർട്ട് കൂടെ നമ്മൾ നോക്കണം. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാൻ വരുന്നുണ്ട്. സോ വോളറ്റൈലിറ്റി ഉണ്ട്, അതേസമയം എന്താ തിരിച്ച് കരകയറാനുള്ള മാർഗവും അവിടെ ഉണ്ട്. സോ റെസീലിയൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആയത് കണ്ടോ? ഇനി ബി എടുത്ത് നോക്ക്. നോൺ വോളറ്റൈൽ എന്ന് പറയാൻ ഒക്കത്തില്ല നമുക്ക്. കാരണം എന്തുകൊണ്ടാ? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, അതുകൊണ്ട് നോൺ വോളറ്റൈൽ ആണെന്ന് പറയാൻ പറ്റില്ല. വോളറ്റൈലിറ്റി എപ്പോഴും ഉണ്ട്. ഹൈലി വോളറ്റൈൽ എന്നും പറയാൻ ഒക്കത്തില്ല. കാരണം എന്താ? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് ഹൈലി വോളറ്റൈലും നമുക്ക് പറയാനൊക്കത്തില്ല. നോൺ വോളറ്റൈൽ എന്ന് എന്തായാലും പറയാനൊക്കത്തില്ല, നമ്മൾ ഓപ്ഷൻ ബിയിൽ തന്നെ പറഞ്ഞു. അപ്പം കണ്ടോ, നമുക്ക് ഏത് മാർഗത്തിൽ കൂടെ നമ്മൾ നോക്കിയാലും ഓപ്ഷൻ എയിൽ നമ്മൾ ചെന്ന് നിൽക്കും. വോളറ്റൈലിറ്റി ഉണ്ട്, പക്ഷെ റെസിലിയന്റ് ആണ്. ഇതാണ് എന്ത് ഇന്ത്യയിലെ നിലവിലെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ഏത്? വോളറ്റിലിറ്റി ഉണ്ട്, പക്ഷേ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന് അത്രയും കോൺഫിഡൻസ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ട്. ആ കോൺഫിഡൻസ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നതാണെങ്കിലും വോളറ്റൈൽ ബട്ട് റെസീലിയന്റ് എന്ന് പറയുമ്പോഴും നമ്മൾ അതിൻ്റെ കുറച്ച് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും
എന്താ ഫൗണ്ടേഷനിൽ ഇത് ഫ്രജൈലാണ്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പത്രം വായിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്കത് കുറച്ചും കൂടെ ഇന്ത്യൻ എക്കണോമിയെ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാൻ ഉപകരിക്കും. പക്ഷേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് നെക്സ്റ്റ് മെയിൻസിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെയിൻസിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് അടുത്ത തവണ പ്രതീക്ഷിക്കാം. ചോദ്യം എന്ന് പറയുന്നത് ആർ ബി ഐ ഒരു മോണിറ്ററി പോളിസി വെച്ചിട്ട് ഇന്ത്യയുടെ മണി സിസ്റ്റം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ആർ ബി ഐ അതിനൊക്കെ അപ്പുറത്തേക്ക്, ആ മണി മാനേജ്മെന്റിന് അപ്പുറത്തേക്ക് ആർ ബി ഐ ഇന്ത്യയുടെ ഫുൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡയറക്റ്റ് ഇടപെടുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആസ് എ ഹോൾ ഇന്ത്യയുടെ ഫുൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ആർ ബി ഐ ഒരു നേരത്തെ ഉണ്ടാകുന്നതിനേക്കാളും വലിയൊരു റോൾ, അതായത് ആർ ബി ഐയുടെ റോൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചോദ്യം വരാം, നെക്സ്റ്റ് മെയിൻസിന് ഒരു ചോദ്യം വരാൻ എല്ലാ സാധ്യതയുണ്ട്. ഡിസ്കസ് ദി ഇവോൾവിംഗ് റോൾ ഓഫ് ആർ ബി ഐ ഇൻ ഇന്ത്യാസ് ഫിനാൻഷ്യൽ സെക്ടർ എന്ന് ചോദിക്കാം. അവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ അടിപൊളി കുറേ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്, നിങ്ങളത് വായിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ആർ ബി ഐ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക, ബാക്കി കറൻസി ഇഷ്യൂ, അങ്ങനത്തെ കുറച്ച് പരിപാടികളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിനപ്പുറത്തേക്ക് ഈ ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഭയങ്കരമായിട്ട് ആർ ബി ഐ കൈയിട്ട് കളിക്കുന്നുണ്ട്. എന്തിനാ? ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബൈ ചെയ്യണ്ടേ? ഇവിടെ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വന്നിട്ട് എന്താ, ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവർക്ക് ഷെയർസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്യാഷ് വേണം, ലിക്വിഡിറ്റി ഉണ്ടാവണം, വേണ്ടേ? ആ ലിക്വിഡിറ്റി ഉറപ്പുവരുത്താനായിട്ട് ആർ ബി ഐ ഇപ്പോൾ തങ്ങൾ സ്ഥിരം നിന്നുകൊണ്ടിരുന്ന ഏരിയകളിൽ നിന്നൊക്കെ പുറത്തു വന്ന് വലിയ ഇന്ത്യയുടെ ഒരു ഫിനാൻഷ്യൽ ലാൻഡ്സ്കേപ്പിൽ വലിയ റോൾ ഇപ്പോൾ ആർ ബി ഐ പ്ലേ ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും അത് അടുത്ത മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ആ ഏരിയ ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അവസ്ഥയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പോയാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറി പിടിച്ചു നിർത്തുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ കൂടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. SIP-കൾ, പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് ലിങ്ക്ഡ് ഇക്വിറ്റി അലോക്കേഷൻസ് ആൻഡ് ഡയറക്റ്റ് റീറ്റെയിൽ ബൈയിങ്സ്. ഈ മാർഗങ്ങളിൽ കൂടി എല്ലാമാണ് എന്ത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ നടത്തുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഇന്റർനാഷണൽ ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാട്ടർ ബോഡീസ് ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി റെഡ് സീ? റെഡ് സീയിൽ ഡയറക്റ്റ് കണക്ഷനുള്ള വാട്ടർ ബോഡീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നോർമലി വാട്ടർ ബോഡീസ് UPSC ഭയങ്കര ഇഷ്ടമാണ്. അത് വാട്ടർ ബോഡി പ്ലസ് വാട്ടർ ബോഡി ഒരു ചോദ്യമായിപ്പോയി. റെഡ് സീയിലേക്ക് ഡയറക്റ്റ് കണക്ഷനുള്ള 4 ഗൾഫുകളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗൾഫ് ഓഫ് പാനമ, ഗൾഫ് ഓഫ് സൂയസ്, ഗൾഫ് ഓഫ് അഖബ ആൻഡ് പേർഷ്യൻ ഗൾഫ്. ഇതിൽ 4-ൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത്? ഓപ്ഷനിൽ നിന്ന് ഒരു കാര്യം രക്ഷപ്പെട്ടു, 4 എന്തായാലും ഇല്ല, കാരണം 4 അത്ര ഈസി ഓപ്ഷനാണ്, 4 പോയി. ഇനി കുറച്ചെങ്കിലും വേൾഡ് ജോഗ്രഫി അറിയാവുന്ന ആളുകൾക്ക് അറിയാം എവിടെയാണ് റെഡ് സീ കിടക്കുന്നത്. റെഡ് സീയുടെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. UPSC പഠിക്കുന്ന ഒരു ബേസിക് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം സൂയസ് കനാലിൽ നിന്നും ഇങ്ങനെ കടന്നു വരുന്നത് റെഡ് സീയിലേക്കാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, മെഡിറ്ററേനിയനിൽ കൂടെ കടന്ന് സൂയസ് കനാൽ വഴി റെഡ് സീയിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഗൾഫ് ഓഫ് സൂയസ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി റെഡ് സീയുടെ പൊസിഷൻ എവിടെയാണെന്ന്. എവിടെയാ? ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും ഇടയിലായിരിക്കും, അല്ലേ? റെഡ് സീ എന്ന് പറയുന്നത് അവിടെ ആണെന്ന് നമുക്കറിയാം. ഒരു ബേസിക് ആസ്പിറന്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഗൾഫ് ഓഫ് പനാമ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തുകൂടെ? പനാമ എന്ന് പറയുന്ന രാജ്യം എവിടെയാണ് കിടക്കുന്നത്? ഇസ്തുമസ് ഓഫ് പനാമ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ഇസ്തുമസ് ഓഫ് പനാമ, അതായത് സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന 2 കോണ്ടിനെന്റ്സിനെ കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് കിടക്കുന്ന സാധനമാണ് എന്ത്? ഗൾഫ് ഓഫ് പനാമ. പക്ഷെ എപ്പോഴും നമുക്ക് എന്താണ് പറ്റുന്നത്? ഒന്നുകിൽ 2 only ആവാം, അല്ലെങ്കിൽ 2 and 3 ആവാം. ഗൾഫ് ഓഫ് അഖബ എവിടെയാണെന്ന് അറിയാതെ ഒരിക്കലും നമുക്ക് ഈ ആൻസർ അടിക്കാനൊക്കില്ല. സോ പെട്ടുപോയി, മാർഗമൊന്നുമില്ല. അപ്പോൾ ഗൾഫ് ഓഫ് അഖബ എവിടെയാണെന്ന് അറിയണം. ഇത് ഒരു UPSC ആസ്പിറന്റ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം അതിന് വലിയൊരു കറണ്ട് റെലവൻസ് ഉണ്ട്. അത് എന്താണ് എന്ന് നമുക്കിപ്പോൾ നോക്കാം. അന്നേരം നിങ്ങൾ
ഇവിടെ ഞാനൊരു മാപ്പ് കാണിക്കും. ഇതാ നോക്കൂ, ഗൾഫ് ഓഫ് സൂയസും ഗൾഫ് ഓഫ് അഖബയും എന്താണ്? റെഡ് സീയിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളവരാണ്. ഈ ഗൾഫ് ഓഫ് അഖബയിലാണ് ഇസ്രായേലിനൊരു പോർട്ടുണ്ട്. ഇവിടെ പോർട്ട് ഓഫ് ഐലാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ട് ഇസ്രായേലിനുണ്ട്. ഓക്കെ, അതാണ് അവിടുത്തെ ഒരു കറണ്ട് റെലവൻസ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഓരോ സ്റ്റാൻസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പഴയ ഇസ്രായേലിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഈ സിനായി പെനിൻസുലയും മറ്റും എന്താണ് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് അവിടെ ആ പോർട്ടിനെ കുറിച്ച് നമ്മൾ വായിക്കേണ്ടതാണ്. വായിക്കുമ്പോൾ ആ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് ഓഫ് അഖബയിലാണ് എന്ന് നമ്മൾ വായിക്കും. ഇതാണ് അതിൻ്റെ കറണ്ട് റെലവൻസ്. UPSC ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. സോ ദാറ്റ് മീൻസ് 2 and 3 ആർ കറക്റ്റ്. ഇനി ഈ ഒരു ഏരിയയിൽ നിന്നും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റെഡ് സിയെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരുകൾ ചോദിക്കാം. ഇതാ നോക്കൂ, ഏഷ്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏരിയയും ആറയില സൗദിയുമായിട്ട് ബോർഡറില്ല. ഇവിടെ കുറച്ച് സ്ഥലം യമൻ ഉണ്ട്. അപ്പൊ സൗദി യമൻ ഏഷ്യൻ സൈഡിലുണ്ട്. ഇനി മേളിലേക്ക് വരികയാണെങ്കിൽ ഇത് സിനായി പെനിൻസുലയാണ്. സിനായി പെനിൻസുല ഈജിപ്തിന്റെ കയ്യിലാണ്. സോ ഈ സൈഡ് ഈജിപ്റ്റ് ഉണ്ട്, സുഡാൻ ഉണ്ട്, എറിട്രിയ ഉണ്ട്, ഇങ്ങേ അറ്റത്തെത്തുമ്പോൾ ജിബൂട്ടി ഉണ്ട്. അപ്പം ഇത്രയും രാജ്യങ്ങളാണ് എന്ത് റെഡ് സീയില് ചുറ്റിനും കിടക്കുന്നത്. അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം, ഏതൊക്കെ രാജ്യങ്ങൾ. അപ്പൊ യമൻ, സൗദി, ഈജിപ്റ്റ്, സുഡാൻ, എറിട്രിയ ആൻഡ് ജിബൂട്ടി, ഇത്രയും രാജ്യങ്ങൾ ചുറ്റിനും കിടപ്പുണ്ട്. Consider the following statements. A blood moon happens when the sun, earth and moon are in near perfect line with earth in the middle. ബ്ലൂ മൂൺ പ്രതിഭാസം ഈയിടെ കഴിഞ്ഞു പോയതാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ബ്ലൂ മൂൺ ഉണ്ടാവണമെങ്കിൽ സൺ, എർത്ത്, മൂൺ ഒരു നേർരേഖയിൽ വരണം. ആൻഡ് എർത്ത് മിഡിലാവണം. സോ സൺ ഇവിടെ ഉണ്ടാവണം, എർത്ത് ഇവിടെ ഉണ്ടാവണം, മൂൺ ഇവിടെ ഉണ്ടാവണം. ഇങ്ങനെ നേർരേഖയിലേക്ക് വരണം. അപ്പം എന്താ ബ്ലഡ് മൂൺ എന്നുള്ളത് ആ ന്യൂസ് പേപ്പർ അന്ന് എന്തെങ്കിലും ഒന്ന് ഇച്ചിരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലൂണാർ എക്ലിപ്സ് അല്ലേ, ചന്ദ്രഗ്രഹണമാണത്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചന്ദ്രഗ്രഹണം ആകുമ്പോഴാണ് ഇതിനെ നമ്മൾ ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത്. ലൂണാർ എക്ലിപ്സ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സൂര്യനിൽ നിന്നുള്ള റേസ് എന്താണ് മൂണിലേക്ക് പതിക്കാതിരിക്കണം. അതായത് അല്ലെങ്കിൽ എർത്തിന്റെ ഷാഡോ മാത്രമേ മൂണിൽ പതിക്കാവൂ. അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് മൂണിനെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ അതിനെ ലൂണാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലൈറ്റ്സ് ഓഫ് ഹയർ വേവ് ലെങ്ത് ഗെറ്റ് സ്കാറ്റേർഡ് മോർ ബൈ ദി എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ഹെൻസ് കുഡിന്റ് റീച്ച് ദി മൂൺ ഡ്യൂറിംഗ് ബ്ലഡ് മൂൺ ഫിനോമിനൻ. ബ്ലഡ് മൂൺ ഫിനോമിനൻ നടക്കുന്ന ദിവസം ഹയർ വേവ് ലെങ്തിലുള്ള ലൈറ്റുകളെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ സ്കാറ്റർ ചെയ്ത് വിടും. അതായത് ഇവിടുന്ന് വരുന്ന ഹയർ വേവ് ലെങ്ത് ഉള്ളതിനെയൊക്കെ സ്കാറ്റർ ചെയ്തങ്ങ് വിടും. അതൊന്നും മൂണിലേക്ക് എത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു ബേസിക് സയൻസ് അറിയാവുന്ന ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേവ് ലെങ്ത് കൂടിയ നിറവേതാ? വേവ് ലെങ്ത് ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് റെഡ് ആണ്. വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള ഏതാണ്? ബ്ലൂ ആണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു, റെഡ് ലൈറ്റിനെ, വേവ് ലെങ്ത് കൂടിയ റെഡ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്ത് വിടും, റെഡ് ലൈറ്റ് മൂണിൽ എത്തുന്നില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പ്രതിഭാസത്തിന്റെ പേരെന്തുവാ? ബ്ലഡ് മൂൺ. മൂൺ റെഡ് കളറിൽ കാണുന്നതിനെയാണ് ബ്ലഡ് മൂൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ റെഡ് കളർ മൂണിൽ എത്തിയാലല്ലേ അതിനെ റെഡ് മൂൺ അല്ലെങ്കിൽ ബ്ലഡ് മൂൺ എന്ന് വിളിക്കാനൊക്കത്തുള്ളൂ. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. സ്റ്റേറ്റ്മെന്റ് 2 എന്തുകൊണ്ട് റോങ് ആകുന്നു? ലൈറ്റ്സ് ഓഫ് ലോവർ വേവ് ലെങ്തിനെയാണ് സ്കാറ്റർ ചെയ്യുന്നത്. അതായത് ബ്ലൂ കളറിലുള്ളതൊക്കെ എന്ത് പറ്റും? സ്കാറ്റേർഡ് ആയി പോകും. റെഡിഷ് കളർ മാത്രമേ ഇവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് മൂണിനെ നമ്മൾ എന്തായിട്ട് കാണുന്നത്? ബ്ലഡ് മൂൺ ആയിട്ട് കാണുന്നത്. സോ ദാറ്റ് മീൻസ് only 1 ഈസ് കറക്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ.